മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ മൂന്നാമത്തെ ചാനലാണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കോൾ ചെയ്യണ്ട. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല കൊടുക്കുന്നത്, പേയ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാനാണ് എല്ലാ തെറ്റുകളും ചെയ്തത്, അതെനിക്കറിയാം, പക്ഷെ എന്നോടൊന്നും മിണ്ടിക്കൂടെ? ഈ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാനാകുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കാണ് ഇതൊക്കെ നമുക്ക് കുറെ റിക്വസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ഒക്കെ റിക്വസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ടോപ്പിക്ക് അയച്ച് ചോദിക്കാവുന്നതാണ്. നമ്മളത് കൂടുതൽ പേര് പറയുന്ന അനുസരിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഞാനാണ് എല്ലാ തെറ്റുകളും ചെയ്തത്, അതെനിക്കറിയാം, പക്ഷെ എന്നോടൊന്നും മിണ്ടിക്കൂടെ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഈ പേഴ്സൺ നന്നാകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പേഴ്സൺ നല്ലൊരു രീതിയിലേക്ക്, നല്ല സ്നേഹിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മേഖലകളിൽ ഒരുപാട് കാലഘട്ടം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തു. അത് പ്രാർത്ഥനകൾ, ഇപ്പോൾ ഹിന്ദു രീതിയിലാണെങ്കിൽ പൂജ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്, ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു എന്നുള്ളതാണ്. ചിലപ്പോൾ 2, 3, 4 വർഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകണം. സ്റ്റിൽ ഇപ്പോഴും വെയിറ്റിംഗ് ആയിരിക്കണം. സോ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ പോലും, നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും, നിങ്ങൾ അങ്ങോട്ട് ഈ വ്യക്തിക്ക് ധാരാളം മെസ്സേജ് അയക്കുകയും സ്നേഹത്തോടെ എന്തെങ്കിലും പെരുമാറും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, നിങ്ങൾ ധാരാളം പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കാം, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോൾ മേ ബി മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാകാം. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിൽ അത്രയും നിങ്ങളെ കളിയാക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ വന്നെത്തി എന്നുള്ളതാണ്. ബിക്കോസ് അത്രയും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പ്രതീക്ഷകൾ കംപ്ലീറ്റ് ഇതിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, മറ്റുള്ള റിലേറ്റീവ്സ് ആയിരിക്കാം, അവര് ഇഷ്ടപ്പെട്ട രീതിയിൽ കല്യാണമൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ ലിവിങ് ടുഗെദർ ഒക്കെ ആയിട്ടും ഒക്കെ നല്ല രീതിയിൽ ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഹോമിച്ച്, നിങ്ങൾ അതെല്ലാം സാക്രിഫൈസ് ചെയ്ത്, നിങ്ങൾ ഈ പേഴ്സണിലേക്ക് മാത്രം ഒതുങ്ങി അത്രയും ഡെഡിക്കേഷൻ ആയിട്ട് നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വെളിച്ചമാണ് എന്ന് പറയാൻ ശ്രമിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതം ഇരുട്ടായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ കിടന്നിരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും ഡെഡിക്കേഷൻ ആയിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യഗൗരവത്തോടു കൂടി നടക്കുന്നത് കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ എന്തുകൊണ്ടോ അത്രയും ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. അതായത് മനസ്സിനൊരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, മനസ്സിനൊരു പക്വത, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ഈ പേഴ്സൺ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടക്കും തോറും ഈ പേഴ്സൺ എന്തോ വലിയ സംഭവമാണ്. സോ കുറച്ചും കൂടി അഹങ്കരിച്ചേക്കാം. അതുപോലെ തന്നെ ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ കുറച്ചും കൂടി കഴിവുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, ശ്രദ്ധ കൊടുക്കുകയും അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും
നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഇമ്പോർട്ടൻസ് തരാത്ത രീതിയിൽ ഈ പേഴ്സൺ പെരുമാറിക്കൊണ്ടിരിക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തിരുന്നതും മണ്ടത്തരങ്ങൾ ചെയ്തിരുന്നതും ഈ പേഴ്സൺ ആണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല. മനസ്സിലായോ? കാരണം അത് ഈ പേഴ്സൺ വളർന്നു വന്ന ഒരു ജീവിത സാഹചര്യമായിരിക്കാം, ജീവിത രീതിയായിരിക്കാം, ജീവിത സാഹചര്യമായിരിക്കാം. എന്തുകൊണ്ടോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെല്ലാം ഈ പേഴ്സന്റെ കൈകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ പേഴ്സൺ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സ്വഭാവ രീതി തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തും കാണിച്ചിരുന്നത്. പക്ഷെ ആക്ച്വലി ഈ പേഴ്സൺ ചെയ്തിരുന്നത് എത്രത്തോളം തെറ്റായിരുന്നു, എത്രത്തോളം മണ്ടത്തരമായിരുന്നു എന്നുള്ളത് ഈ പേഴ്സൺ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വ്യക്തിയാണ് എല്ലാ തെറ്റുകളും ചെയ്തത്, അത് ഈ പേഴ്സൺ അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഒന്ന് വന്ന് മിണ്ടിക്കൂടെ? അപ്പോൾ ഈ വ്യക്തിക്ക് എന്തൊക്കെ വിചാരിച്ചാലും നിങ്ങളെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാനാവില്ല എന്നുള്ളതാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. അത് സത്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വെളിച്ചം വരണമെങ്കിൽ അത് നിങ്ങൾ വേണം, നിങ്ങൾ വിചാരിക്കണം. അല്ലെങ്കിൽ നിങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലെ വെളിച്ചം എന്ന് പറയാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ്. കാരണം അത്രയും നാള് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ അന്നൊന്നും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ഇന്ന് അതിനൊക്കെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കപ്പോ ലവ് മെസ്സേജിലേക്ക് പോവാം. യു മേക്ക് മീ ഫീൽ അഡോർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണ് ഒരു ആരാധനയാണ്. യു ആർ മൈ അതർ ഹാഫ്. ഓക്കെ, നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ഒരു ബെറ്റർ ഹാഫ് ആയിരുന്നു എന്നുള്ളത് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. യു സ്മെൽ ഗുഡ്. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ ആ ഒരു സ്മെല്ല് ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ്. യു പുട്ട് അപ്പ് വിത്ത് മൈ മൂഡ്നെസ് ആൻഡ് ഓൾ അതർ ഇംപെർഫെക്ഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു പോരായ്മ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകളാണോ ഉണ്ടായിരുന്നത് അതെല്ലാം ഈ പേഴ്സൺ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുപോലെ നേരെ തിരിച്ചും ഇപ്പോൾ ഈ പേഴ്സണും എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് അത് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പേഴ്സൺ ചെയ്ത തെറ്റുകൾക്കെല്ലാം നിങ്ങളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ പേഴ്സൺ ചെയ്തത് തെറ്റാണെന്ന് ഈ പേഴ്സൺ അംഗീകരിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ പേഴ്സൺ ഒരു തരത്തിലും അംഗീകരിക്കില്ലായിരുന്നു ഒരു കാര്യവും. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ യെസ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് ഈ പേഴ്സണ് വന്നിട്ടുള്ള വലിയൊരു മാറ്റം തന്നെയാണ്. എല്ലാത്തിലുപരി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു റിസൾട്ടും കൂടിയാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.